അതുമാത്രമല്ല, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് പുതിയ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി സമാഹരിച്ച പണത്തിൽ പോലും തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന അലിഗേഷനുണ്ട്. ഇതൊക്കെ അലിഗേഷൻസാണ്, ഇത് പാർട്ടിക്കുള്ള അലിഗേഷൻസാണ്. ഇത്രയും അലിഗേഷൻസ് നേരിടുന്ന ഒരാളെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്നുള്ളത് ഒരു പാർട്ടി നടപടി മാത്രമാണ്. എന്നിട്ടും ദീർഘകാലം KTDC ചെയർമാൻ എന്ന് പറയുന്ന വലിയൊരു പോസ്റ്റിൽ ഇരുത്താൻ CPM തയ്യാറായി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് CPM ലീഡർഷിപ്പിനും ശശിക്കെതിരെ പെട്ടെന്ന് നടപടിയെടുത്താൽ തിരിച്ചെന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്ന ഭയം ഉണ്ടായിരുന്നു എന്ന് തോന്നും. കാരണം ഇത്രയും അലിഗേഷൻസ് ഒന്ന് ആലോചിക്കുക. പാർട്ടി ഫണ്ട് തിരിമറി നടത്തി എന്നൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ആ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ? CPMനെ സംബന്ധിച്ച് ആ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ? പക്ഷേ ശശി അയാളെ ഈ വിമത കൺവെൻഷനിൽ പങ്കെടുത്ത് പുറത്താക്കപ്പെടുന്നത് വരെ അയാൾ പാർട്ടിയുടെ ബ്രാഞ്ച് അംഗമായിട്ട് തുടർന്നു. നിരന്തരമായി ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്ന് വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ല. KTDC ചെയർമാൻ സ്ഥാനത്ത് പോലും അദ്ദേഹം തുടർന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി ഭേദമില്ലാതെ എല്ലാവരുടെയും ഫെസിലിറ്റേറ്ററായി നിൽക്കുകയും അതിൻ്റെ ആനുകൂല്യം അനുഭവിച്ചുകൊണ്ട് പദവികളിൽ തുടരുകയും ചെയ്ത വ്യക്തിയായി ശശിയെ നമ്മൾ കാണേണ്ടി വരും. CPIMനകത്ത് ചില പ്രത്യേക നേതാക്കളുടെ അതിരുവിട്ട പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു.